ഉണ്ണി അമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ് കേടി. കേടി എന്താണ് ഈ കേടി? ഈ കേടി എന്ന് പറയുന്നത് നമ്മുടെ നായകന്റെ പേരാണ്, കാളിദാസ്. സിനിമ തുടങ്ങുന്നത് തന്നെ കുറെ കൊലകൾ കാണിച്ചുകൊണ്ടാണ്. തലയിൽ എന്താ കൊലയാണോ? തലയിൽ മാത്രമല്ല, ആ കൊലയല്ല, ഇത് വേറെ കൊല. ഓട്ടോയിൽ കയറാൻ ശ്രമിക്കുന്ന ഒരു കുടുംബത്തെ ലോറി ഇടിച്ചു കൊല്ലിക്കുന്നു. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പൂജ ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു. ബസ്സിൽ വെച്ചൊരു കൊല, കല്യാണത്തിന്റെ ഒരു കൊല. ഈ കൊല്ലുന്നതൊക്കെ പോലീസുകാരാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പോലീസുകാരനായ നമ്മുടെ വേട്ടക്കാരനിലെ ചെല്ല, അതായത് വേദനായകത്തിന്റെ മോനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പുള്ളിയുടെ വീട്ടിലേക്ക് ഇവന്മാര് ചെല്ലനാണ് പോലീസുകാരി. ആ പുള്ളിയുടെ മോളുടെ കല്യാണം നടന്നു. അതൊക്കെ ഇവന്മാർ തടഞ്ഞു വെച്ചിട്ട് ഇന്ന് കല്യാണം നടക്കൂല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ ടീമിൽ പെട്ട ആൾക്കാരൊക്കെ ചത്ത് വീഴുന്നുണ്ട്, എന്താണ് കാര്യം ചോദിക്കും. അപ്പൊ തന്നെ നമ്മുടെ ചെല്ലയുടെ വൈഫ് പോയിട്ട് ഒരു അരിവാട് എടുത്തിട്ട് വന്നിട്ട്, ഈ അരിവാട് കാരണം ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഉണ്ടാവുന്നത്, മര്യാദയ്ക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയും. ഈ താഴത്തേക്ക് വീഴുന്ന അരിവാള് 1 മണിക്കൂറോളം നിന്ന് കറങ്ങും. അപ്പൊ ഗ്രാവിറ്റിക്കൊക്കെ പുല്ലുവിലയിൽ ഇടവുമാര് കൊടുക്കുന്നത്, പുല്ലുവില. അപ്പോഴാണ് നമ്മുടെ ചെലപ്പം കഥ പറയാൻ തുടങ്ങുന്നത് നമ്മുടെ നായകനെ കുറിച്ച്. ആ KGF ഇറങ്ങിയതിനു ശേഷം ഏത് കന്നഡ പടം എടുത്താലും തെലുങ്ക് പടം എടുത്താലും അപ്പൊ തന്നെ കഥ പറയാനായിട്ട് ഒരുത്തൻ ഇരിക്കും. അത് മാത്രമല്ല, ഈ കഥ കേട്ട് പുളകിതരാവാനും കഥയെക്കുറിച്ച് ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാനായിട്ട് കുറച്ച് പേരും ഉണ്ടാവും. നിനക്കൊക്കെ എന്താ വയ്യേ? നമ്മുടെ നായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഓസ്കാർ ലെവൽ ആക്ടിംഗ് ആണ്. നായകന്റെ പേര് ആക്ഷൻ പ്രിൻസ് ധ്രുവ് സർജ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവൻ ഏത് കൊട്ടാരത്തിലെ പ്രിൻസ് ആണ്? ഇവൻ കൊട്ടാരത്തിലെ പ്രിൻസ് ഒന്നുമല്ല, ഇവന്റെ അമ്മാവനാണ് നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ. അതുകൊണ്ട് അമ്മാവൻ ആക്ഷൻ കിങ് ആയിട്ട് മരുമോൻ ആക്ഷൻ പ്രിൻസ് എന്നറിയപ്പെടുന്നു. പിന്നെ ഇവന്റെ അഭിനയം ഓസ്കാർ ലെവലാന്ന് പറയാൻ കാരണം, നമ്മൾ ഇവന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ആ ഓസ്കാറിന്റെ പ്രതിമ എടുത്ത് ഇവന്റെ തലകടിക്കും. എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. അടുത്തത് നായിക. നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവളുടെ അഭിനയം കണ്ടു കഴിഞ്ഞാണ്ടല്ല തൊലി ഉരിഞ്ഞു പോവും. എന്നിട്ട് അഭിനയിച്ച് ഇവളുടെ തൊലി ഉരിഞ്ഞില്ലാവോ? ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. കർണാടകയിലെ ഒരു കൊടൂര വില്ലനാണ് നമ്മുടെ സഞ്ജയ് ദത്ത്. സഞ്ജയ് ദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഞ്ജയ് ദത്ത് വന്നലമ്പ്. അവിടുത്തെ പോലീസുകാർക്കൊക്കെ സഞ്ജയ് ദത്തിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരിക, അവിടെ മൊത്തം തുപ്പി വെക്കുക, മൂത്രം ഒഴിക്കുക, മൂത്രം ഒഴിച്ചുകൊണ്ട് പേരെഴുതി വെക്കുക, എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോരുത്തന്മാരെ കൊല്ലുക, എന്നിട്ട് അവന്മാരെ തല വെട്ടിയെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് സറണ്ടർ ചെയ്യുക. ഇങ്ങനെ ഓരോരോ വിനോദങ്ങളാണ് നമ്മുടെ സഞ്ജയ് ദത്തിന്. അതുകൊണ്ട് തന്നെ സഞ്ജയ് ദത്തിനെ കൊല്ലാനായിട്ട് നമ്മുടെ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് പിരിവിട്ട ആളിറങ്ങും. പക്ഷെ നമ്മുടെ സഞ്ജയ് ദത്ത് ആരോ മുതൽ ഇവന്മാരെ കൊന്നിട്ട് ബോഡി പാർസലായിട്ട് പോലീസുകാർക്ക് അയച്ചു കൊടുക്കും. നമ്മുടെ നായകൻ കാളിദാസിന് നാട്ടില് മണ്ണനടിയാണ് ജോലി. ഇത് മാത്രമല്ല, നമ്മുടെ സഞ്ജയ് ദത്ത് കിടക്കുന്ന ഗുസ്തി കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് പുള്ളി ജോലി ചെയ്യുന്നു. അങ്ങനെ ഗുസ്തി കമ്പനിയിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെക്കൻ വന്നിട്ട് പറയും, നിന്റെ ചേട്ടൻ വിളിക്കണമെന്ന്. അപ്പൊ തന്നെ നമ്മുടെ നായകൻ സൈക്കിൾ എടുത്തിട്ട് പറകും. സൈക്കിള് വെച്ചവൻ പല പല അഭ്യാസങ്ങളും കാണിക്കും. എന്നിട്ട് റോട്ടിൽ കൂടെ മര്യാദയ്ക്ക് നടന്നു പോകുന്ന പെണ്ണുങ്ങളുടെ സാരി വരെയും വലിച്ചൂരിക്കൊണ്ടു പോകും. ഇത് മനഃപൂർവ്വം, ഇത് വിളച്ചിലെടുക്കണവൻ. നമ്മുടെ നായകന് ബ്രോക്ലിസ്റ്ററിന്റെ ശരീരം ഉണ്ടെങ്കിലും ആളൊരു മണ്ടറാണ്. അതുകൊണ്ട് നമുക്ക് ഇവനെ മുട്ടാൾ എന്ന് വിളിക്കാം. നമ്മുടെ മുട്ടാളിന് ഒരു ജ്യേഷ്ഠനും ഒരു ചേച്ചിയും ഒരു അനിയത്തിയും ഉണ്ട്. ഈ തങ്കൻ ജ്യേഷ്ഠൻ നമ്മുടെ മുട്ടാളിന് സംസാരിക്കൊന്നുമില്ല. കാരണം ഈ പഠിക്കാൻ വിട്ട സമയത്ത് ഇവൻ സിനിമയും കണ്ട് ഊരിൻ ചുറ്റി നടന്നിട്ട് ഇപ്പം മണ്ണെണ്ണക്കടയിൽ നിന്നിട്ട് മണ്ണെണ്ണ അടിക്കുന്നു. ഇതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മുടെ മുട്ടാളിന് അങ്ങോട്ട് വലിയ അണ്ണപ്പാസവും. നമ്മുടെ മുട്ടാളിന്റെ ജ്യേഷ്ഠൻ തങ്കന് ഒരു കൂട്ടുകാരനുണ്ട്, അവിടുത്തെ MLA. ഇയാളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ല. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഇയാളെ എനിക്കറിയാം. പണ്ട് യൂട്യൂബിൽ ഏത് നടിയുടെ പേരടിച്ചിട്ട് ഹോട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇയാളും ആ നടിയുമായിട്ടുള്ള മഴയത്തുള്ള പാട്ട് വരും. കന്നഡ സിനിമാ ലോകത്തെ വലിയൊരു കാമത്തവളയാണ് ഇദ്ദേഹം. ഇയാൾക്കൊരു വട്ടപ്പേരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, ക്രേസി സ്റ്റാർ. എന്തൊക്കെ പേരാ നോക്കിയേ. പവർ സ്റ്റാർ, മെഗാ പവർ സ്റ്റാർ, ചാലഞ്ചിങ് സ്റ്റാർ, റോക്കിംഗ് സ്റ്റാർ, ക്രേസി സ്റ്റാർ, നാച്ചുറൽ സ്റ്റാർ, ബോംബ്, മൂട്. നമ്മുടെ മുട്ടാളൻ മണ്ണെണ്ണക്കടയിൽ നിന്നിട്ട് അഴിമതി കാണിക്കുന്നത് നമ്മുടെ നായിക കണ്ടുപിടിക്കുന്നു. അത് വെച്ച് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അവനെ മറ്റു പല ആവശ്യങ്ങൾക്കും ഇവൾ ഉപയോഗിക്കും. അയ്യേ, അതിനല്ല. ഇത് വീട്ടിലേക്ക് അരിയും പഞ്ചസാരയും വാങ്ങുക, മുട്ടയും പരിപ്പൊക്കെ വാങ്ങുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ നായിക വർക്ക് ചെയ്യുന്ന സെന്റ് ഫാക്ടറിയിലേക്ക് നമ്മുടെ നായകൻ പോകുന്നത്. അവിടെ വെച്ച് ഇവള് സെന്റ് മോഷ്ടിക്കണം നമ്മുടെ നായകൻ കാണും. നമ്മുടെ നായിക പരിമളം സാധാരണ ഒരു മനുഷ്യൻ ബോഡി സ്പ്രേ അടിക്കുന്ന കണക്കല്ല അടിക്കുന്നത്. ഇവളുടെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല ഒരുമാതിരി അടിയാണ്. എന്നിട്ട് നമ്മുടെ നായകൻ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. എന്നിട്ട് മറ്റു പല കാര്യങ്ങളും ഇവളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. അങ്ങനെ ഈ 2 മൊണ്ണകളും തമ്മിൽ സ്നേഹത്തിലാവുകയാണ്. ബോധമില്ല പെണ്ണിന് കിറുക്കൻ ചെക്കൻ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ സഞ്ജയ് ദത്ത് ഗുസ്തി കമ്പനിയിലേക്ക് മടങ്ങി വരികയാണ്. അവിടെ വെച്ചൊരു ഫയൽമാനുമായിട്ട് നമ്മുടെ സഞ്ജയ് ദത്ത് ഗുസ്തി പിടിക്കും. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ സഞ്ജയ് ദത്തിന്റെ വലിയൊരു ഫാൻ ബോയ് ആണ് നമ്മുടെ നായകൻ മുട്ടാളൻ.
അങ്ങനെ ഈ ഗുസ്തി നടക്കുന്നതിന്റെ ഇടയില് ഇവൻ ഭയങ്കര കമന്ററി, അണ്ണാ മലത്തേടി, അണ്ണാ കിടത്തേടി, അണ്ണാ തൂക്കേറി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വളരെ കഷ്ടപ്പെട്ട് ആ ബയൽമാനെ നമ്മുടെ സഞ്ജീതത്തെ തോപ്പിക്കും. അപ്പൊ ഇവൻ സഞ്ജീതത്തിന്റെ അടുത്ത് പറയും, അണ്ണന് പഴയ പോലെ ആമ്പയർ ഇല്ല. അപ്പൊ സഞ്ജീതത്ത് ഇവന്റെ അടുത്ത് പറയും, എന്നാ നമുക്ക് തമ്മി ഒന്ന് ഗുസ്തി പിടിച്ച് നോക്കാന്ന്. മാച്ച് തുടങ്ങി 10 സെക്കൻഡ് എത്തുന്നതിന് മുന്നേ നമ്മുടെ മുട്ടാളൻ സഞ്ജീതത്തിനെ മലർത്തിയടിയും. അപ്പൊ തന്നെ സഞ്ജീതത്തിന്റെ കൂടെ ഉള്ളവന്മാരൊക്കെ ഇവനെ വെട്ടനായിട്ട് വരും. അപ്പൊ സഞ്ജീതത്ത് പറയും, ഇതൊരു മാച്ചാണ്, നിങ്ങൾ മാച്ച് ആയിട്ട് കാണൂ. എന്നിട്ട് ഇവനെ നോക്കി ഗ്രേറ്റ് ജോബ് എന്നും പറഞ്ഞിട്ട് പുള്ളി പോവും. നല്ലൊരു മനുഷ്യൻ. സഞ്ജീതത്ത് ഒരു നല്ല മനുഷ്യനാണെങ്കിലും നമ്മുടെ മുട്ടാളിന് അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. ഇവനാണെങ്കിൽ സഞ്ജീതത്തിന്റെ തോൽപ്പിച്ചാലും നാട്ടിൽ മൊത്തം പാട്ടാക്കി നടക്കും. എന്നിട്ട് നാട്ടുകാർക്ക് മൊത്തം ഇവൻ ട്യൂഷൻ എടുക്കും, അണ്ണനെ എങ്ങനെ മലർത്തി അടിക്കാമെന്ന ക്ലാസ്. ഈ മലർത്തി അടിക്കാതെ കേട്ടത് നമ്മുടെ പോലീസുകാര് മുട്ടാളിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇവന്റെ അടുത്ത് പറയും, സഞ്ജീതത്തിനെ പടവാക്കാൻ എത്ര കാശ് വേണമെങ്കിലും തരാന്ന്. പക്ഷെ നമ്മുടെ മുട്ടാളൻ സമ്മതിക്കൂല. മുട്ടാളൻ സഞ്ജീതത്തിനെ മലർത്തിയടിച്ചത് കർണാടക മൊത്തം പാട്ടാവും. അങ്ങനെ സഞ്ജീതത്തിന്റെ മാനം കപ്പലേറും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ നായിക പരിമളം റോട്ടിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് സഞ്ജീതത്തിന്റെ ശിങ്കിടി ഇവളെ ശല്യം ചെയ്യും. എന്നിട്ട് ഇവള് കരഞ്ഞുകൊണ്ട് നമ്മുടെ മുട്ടാളെ ചെന്ന് പറയും. അപ്പൊ തന്നെ മുട്ടാളിനെ ഇവിടെ അടുത്ത് പറയും, നിന്റെ വാശരിയല്ല, അതാണ് റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ നിന്റെ പെടലേക്ക് കയറുന്നത്. എന്നിട്ട് ഇവിടുത്തെ പറയും, ദത്തണ്ണൻ ഇതൊന്നും അറിയണ്ടായി, അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും അയാൾ പടവാകും, ഇനി നമ്മൾ ഈ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ഇവിടുത്തെ പറയും. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അടുത്ത സീനിൽ തന്നെ നമ്മുടെ സഞ്ജീതത്തിന്റെ ശിങ്കിടി വന്നിട്ട് ഇവിടെ മുടി അറുത്തോണ്ട് പോകും. ഇത് കണ്ട ഉടനെ നമ്മുടെ മുട്ടാളിന് പേ പിടിക്കും. പേ പിടിച്ച മുട്ടാൾ നേരെ ഇവളെയും കൊണ്ടിട്ട് സഞ്ജീതത്തിന്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ മൊത്തം ഇടിക്കും. എന്നിട്ട് സഞ്ജീതത്തിന്റെ അടുത്ത് പറയും, അണ്ണന്റെ ആൾക്കാരുടെ അടുത്ത് പറയാം, ഇനി മേലെ ഇവളെ ശല്യം ചെയ്യരുതെന്ന്. അപ്പൊ സഞ്ജീതത്തിന് പൊളിയും. എന്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നതാണെന്ന് ചോദിക്കും. എന്നിട്ട് അവന്റെ അടുത്ത് പറയും, 24 മണിക്കൂറിനകം നിന്റെ കുടുംബത്തിനെ ഞാൻ കൊല്ലൂടാന്ന് പറയും. എന്നിട്ട് ഈ മുട്ടാളിന് ഇത്രയും വലിയ ശരീരം വെച്ചിട്ട് സഞ്ജീതത്തിന്റെ അടുത്ത് കെഞ്ചും, അണ്ണ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ അറിയില്ലാണ്ട് ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയും. പക്ഷെ സഞ്ജീതത്ത് മൈൻഡ് ആകൂല. എന്നിട്ട് മുട്ടാളൻ ചെന്നിട്ട് സഞ്ജീതത്തിന്റെ ഭാര്യ ശില്പ ഷെട്ടി എടുത്ത് കെഞ്ചും, ഞങ്ങള് വെറുതെ ഇടാൻ പറഞ്ഞിട്ട്. അപ്പൊ അവള് മൂഞ്ചിച്ച് വീട്ടിലേക്ക് തിരിച്ചയക്കും. വല്ല കാര്യം ഒരു കാര്യമില്ല. എന്നിട്ട് സഞ്ജീതത്ത് ഇവനെ കൊല്ലാനായിട്ട് രാത്രി ആളെ വിടും. പക്ഷെ ഇവൻ എല്ലാവരെയും വെട്ടിക്കൊല്ലും. എന്നിട്ട് മുട്ടാളിന്റെ ചേട്ടൻ തങ്കൻ ജ്യേഷ്ഠനുമായിട്ട് സഞ്ജീതത്തിനെ കാണാൻ ചെല്ലും. ഞങ്ങളിപ്പൊ വെറുതെ വിട്ടാ നിന്നെ വെറുതെ വിടാം, ഇല്ലെങ്കിൽ എന്റെ അനിയനെ പേ പിടിച്ചിരിക്കുന്ന സമയമാണ്, നിന്നെ അവൻ വെട്ടി കീറുന്ന് പറയും. പക്ഷെ സഞ്ജീതത്ത് മുട്ടാളിനുമായിട്ട് ഫൈറ്റിന് തയ്യാറാവും. അങ്ങനെ ഫൈറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടാളിനെ സഞ്ജീതത്തെ അടിച്ച് റൊട്ടിയാക്കിയും. മറ്റേ ഇറച്ചിക്കരയുടെ മുന്നിൽ പശുവിന്റെ കാല് തൂക്കിയിട്ടേക്കണ കണക്ക് സഞ്ജീതത്ത് ഇവനെയും തോളില് തൂക്കിയിട്ട് നടക്കും. അനിയൻ ഇടികൊണ്ട് പടവാറിയത് കണ്ട നമ്മുടെ നായകന്റെ ജ്യേഷ്ഠൻ എനിക്കൊന്ന് മൂത്രമൊഴിക്കണാർന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സ്ഥലം വിടും. എന്നിട്ട് റോഡിൽ ഉറങ്ങി കിടക്കുന്ന പിച്ചക്കാരുടെ അടുത്ത് നിന്നിട്ട് അവരെ ഉണർത്തിയിട്ട് പിച്ചും ബേഗ് പറയും ഇയാള്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇവൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് സഞ്ജീതത്തിന്റെ തല അറുത്തെടുക്കും. എന്നിട്ട് തല അറുത്തോണ്ട് പോയിട്ട് നേരെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് പോലീസുകാരൊക്കെ ഇവനെ അപ്രിഷിയേറ്റ് ചെയ്യും. അപ്പൊ ദേ വരുന്നു നമ്മുടെ ശില്പ ഷെട്ടി, ഭർത്താവിന്റെ തലയൊന്ന് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവൻ ചെന്നിട്ട് തലയെടുത്ത് ഇവളുടെ സാരിയിൽ വെച്ചു കൊടുക്കും. എന്നിട്ട് ഇവള് കൊണ്ടുപോയി കത്തിക്കും തല. എന്നിട്ട് നമ്മുടെ മുട്ടാളിനെ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകണം. ദേ അപ്പോഴത്തേക്ക് നമ്മുടെ നായിക പരിമളം അവിടെ വരുന്നേ. എന്നിട്ട് ഇവനുമായിട്ട് അവിടെ കിടന്ന് ഒടുക്കത്തെ ഡാൻസ്. ഈ ജയിൽ പുള്ളിയും പോലീസുകാരും കാമുകയൊക്കെ ചേർന്നിട്ട് അവിടെ കിടന്ന് ഒടുക്കത്തെ ഡാൻസും പാട്ടും കൂത്തും. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശില്പ ഷെട്ടിയുടെ വക ശപഥം, എന്റെ ഭർത്താവിന്റെ തലയർത്തവന്റെ തല കൊണ്ടുവരണവന് എന്റെ ഭർത്താവിന്റെ എല്ലാ സാമ്രാജ്യവും ഞാൻ കൊടുക്കണേണ്, പിന്നെ അത് കൂടാണ്ട് ഞാൻ അവന്റെ കീപ്പുമായിരിക്കും എന്ന് പറയും. എന്താ അണ്ണാക്കിലൊരു പ്രാണി. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടാളിന്റെ ജ്യേഷ്ഠൻ തങ്കൻ അവിടെ വരുന്നു. എന്നിട്ട് ഇവളുടെ ഇന്ന് താലി വാങ്ങിച്ചിട്ട് ഇവളുടെ കഴുത്തി കെട്ടണ്. ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആദ്യം വന്നിട്ട് 3-4 പേരെ കൊന്ന ആ വെടിവെപ്പുകാരൊക്കെ ആറാ. പടം തീരാൻ നേരത്തെ സുദീപ് വരുന്നു. സുദീപ് വന്ന് 4 പേരെ ഇടിക്കണ്. എടാ ഇവനൊക്കെ ആറാ. അങ്ങനെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡും കൊടുത്ത് പടം തീർന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതുമാതിരി ഒരു അപരാധം പിടിച്ച പടം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെ ഡയറക്ടറുടെ അടുത്ത് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നീ വല്ല കള്ളും കഞ്ചാവ് അടിച്ചിട്ടാണോ ഈ പടം ചെയ്തത്? ബ്ലാഡി ഫോൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.